ജനരോഷത്തിൽ തകർന്ന് തൃണമൂൽ. പശ്ചിമബംഗാളിൽ ഇടതുപക്ഷത്തിന്റെ തിരിച്ചുവരവ്. അഴിമതിയിൽ മുങ്ങിയ തൃണമൂലിന് ജനങ്ങളുടെ തിരിച്ചടി. ഇടതുപക്ഷം മുഖ്യ പ്രതിപക്ഷ നിരയിലേക്ക്. പശ്ചിമബംഗാൾ രാഷ്ട്രീയത്തിൽ ദശാബ്ദങ്ങളായി നിലനിന്നിരുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ഏകാധിപത്യ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് സംസ്ഥാനത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ശക്തമായി തിരിച്ചുവരവിന്റെ പാതയിലെന്ന് സൂചനകൾ. അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും തൊട്ടുപിന്നാലെ അഴിമതിയും അക്രമവും കാരണം വീണ്ടും വോട്ടെടുപ്പ് നടത്തേണ്ടി വന്ന ഫാൽത്ത മണ്ഡലത്തിലെ ജനവിധിയും തൃണമൂലിന്റെ ജനപിന്തുണ പാടെ തകർന്നടിയുന്നതായാണ് കാണിക്കുന്നത്. മമതാ ബാനർജിയുടെ ഭരണവിരുദ്ധ വികാരവും അഴിമതിയും കാരണം തൃണമൂൽ കോൺഗ്രസ് 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടപ്പോൾ വോട്ട് വിഹിതം 4 ഇരട്ടിയോളം വർദ്ധിപ്പിച്ച് CPIM സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയായി വീണ്ടും ഉയരുകയാണ്. വർഷങ്ങളായി ബംഗാളിൽ തുടരുന്ന അഴിമതി, തൊഴിലില്ലായ്മ, തൃണമൂൽ ഗുണ്ടകളുടെ അക്രമ രാഷ്ട്രീയം എന്നിവയ്ക്കെതിരെയുള്ള ബംഗാൾ ജനതയുടെ ശക്തമായ പ്രതിഷേധമാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ പ്രതിഫലിക്കുന്നത്. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂലിന് വൻ തിരിച്ചടിയാണ് നേരിട്ടത്. ഭരണം നഷ്ടപ്പെട്ടതിന് പിന്നാലെ പാർട്ടിയിൽ നിന്നുണ്ടാകുന്ന കൂട്ടരാജികളും അണികളുടെ ചോർച്ചയും മമതാ ബാനർജിയുടെ പാർട്ടിയെ ആകെ ഉലച്ചിരിക്കുകയാണ്. ഡയമണ്ട് ഹാർബർ ഉൾപ്പെടെയുള്ള തൃണമൂലിന്റെ ശക്തമായ കോട്ടകളിൽ നിന്ന് പോലും ജനപ്രതിനിധികൾ കൂട്ടത്തോടെ രാജിവെച്ചൊഴിയുന്നത് പാർട്ടിയുടെ തകർച്ചയുടെ ആഴം വ്യക്തമാക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 2ാം ഘട്ട വോട്ടെടുപ്പിൽ തൃണമൂൽ വ്യാപകമായി കള്ളവോട്ടും ക്രമക്കേടുകളും നടത്തിയതിനെ തുടർന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫാൽത്ത മണ്ഡലത്തിൽ വീണ്ടും വോട്ടെടുപ്പിന് ഉത്തരവിട്ടത്. ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിയ തൃണമൂൽ സ്ഥാനാർത്ഥി വോട്ടെടുപ്പിന് തൊട്ടുമുൻപ് മത്സര രംഗത്ത് നിന്ന് പിന്മാറുന്ന നാടകീയമായ കാഴ്ചയ്ക്കാണ് ബംഗാൾ സാക്ഷ്യം വഹിച്ചത്. ഫലം പുറത്തു വന്നപ്പോൾ BJPക്ക് പിന്നിൽ 2ാം സ്ഥാനത്തെത്തിയത് CPIM സ്ഥാനാർത്ഥി ശംഭുനാഥ് കുർമിയാണ്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ വെറും 4.45% വോട്ട് മാത്രമുണ്ടായിരുന്ന സ്ഥാനത്ത് ഫാൽത്തയിൽ CPIM തങ്ങളുടെ വോട്ട് വിഹിതം 19.34% ഉയർത്തി. മത്സര രംഗത്ത് നിന്ന് തൃണമൂൽ ഔദ്യോഗികമായി പിന്മാറിയെങ്കിലും ബാലറ്റിൽ പേരുണ്ടായിരുന്ന അവരുടെ സ്ഥാനാർത്ഥി 4ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. തൃണമൂലിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകളായിരുന്ന തൊഴിലാളികളും ന്യൂനപക്ഷ വിഭാഗങ്ങളും കൂട്ടത്തോടെ ഇടതുപക്ഷത്തേക്ക് തിരിച്ചെത്തുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണിത്. ഒരു കാലത്ത് CPMന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന തൊഴിലാളികളെയും ന്യൂനപക്ഷങ്ങളെയും തൃണമൂൽ പിടിച്ചടക്കുകയായിരുന്നു. CPM പാർട്ടി ഓഫീസുകൾ പിടിച്ചടക്കിയും പ്രവർത്തകരെ ആക്രമിക്കുകയും കൊന്നുതള്ളിയുമൊക്കെയാണ് തൃണമൂൽ ബംഗാളിൽ അനിഷേധ്യ ശക്തിയായി വളർന്നത്. 15 വർഷത്തോളം ജീവഭയം മൂലം തൃണമൂലിനൊപ്പം നിന്ന അതേ ന്യൂനപക്ഷങ്ങളും പ്രവർത്തകരുമൊക്കെ ഇന്ന് തിരിച്ചുവരവിന്റെ പാതയിലാണ്. മിക്കയിടത്തും നഷ്ടപ്പെട്ടുപോയ പഴയ പാർട്ടി ഓഫീസുകൾ CPM പ്രവർത്തകർ തിരിച്ചുപിടിച്ചു കഴിഞ്ഞു. മാത്രമല്ല, മമത കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത നിയമസഭാ കക്ഷി യോഗത്തിൽ 80 പേർ പങ്കെടുക്കേണ്ടിടത്ത് 60 പേരും പങ്കെടുത്തില്ല എന്നത് തൃണമൂലിന്റെ നിലവിലെ പരിതാപകരമായ അവസ്ഥ വെളിവാക്കുന്നതാണ്. വേനൽ ചൂടിൽ ഐസ് ഉരുകുന്നതിനേക്കാൾ വേഗത്തിലാണ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഉരുകിത്തീരുന്നത് എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം ഈ മുന്നേറ്റത്തെക്കുറിച്ച് പ്രതികരിച്ചത്. ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ കവർന്ന തൃണമൂലിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ താഴെത്തട്ടിൽ CPIM നടത്തിയ നിരന്തരമായ പോരാട്ടങ്ങളാണ് ഈ മാറ്റത്തിന് വഴിയൊരുക്കിയത്. നിയമസഭയിൽ ഡൊങ്കൽ മണ്ഡലത്തിൽ നിന്നും മറ്റും ഇടതുപക്ഷം നേടിയ വിജയങ്ങൾ ബംഗാൾ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. വരാനിരിക്കുന്ന നന്ദിഗ്രാം, റജിനഗർ ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷവും കോൺഗ്രസും ഉൾപ്പെടുന്ന മതേതര ശക്തികൾ കൈകോർക്കുന്നതോടെ തൃണമൂൽ ബംഗാൾ രാഷ്ട്രീയത്തിൽ നിന്നും പൂർണ്ണമായി തുടച്ചു നീക്കപ്പെടുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കോർപ്പറേറ്റ് വർഗീയ ശക്തിയായ BJPയെ നേരിടാൻ അഴിമതിയിൽ മുങ്ങിയ തൃണമൂലിന് കഴിയില്ലെന്ന് ബംഗാളിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടുന്നതോടെ ബംഗാളിന്റെ ചുവന്ന നാളുകൾ വിദൂരമല്ലെന്ന പ്രത്യാശയിലാണ് ഇടതുപക്ഷ അണികൾ.